വഴയില ഭാഗത്ത് വന്ന് നിൽക്കുവാണ്. ഇവിടെ കുറേ തട്ടുകടകളുടെ ഒരു ഏരിയ ഉണ്ട്. എന്തായാലും റോഡ് ക്രോസ് ചെയ്ത് അമ്പൂരി തട്ടുകടയിലേക്ക് ഒന്ന് പോകാം. നമസ്കാരം. അമ്പൂരി തട്ടുകടയുടെ ഓണറാണ് അല്ലേ? ഓക്കെ. ഇവിടെ ഈ സമയത്ത് എന്തൊക്കെയാണ് ഇവിടെ സാധാരണ കൊടുക്കുന്നത്? ദോശ, പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, അപ്പം എല്ലാം ഉണ്ട്. അരിപ്പുട്ട്, ഗോതമ്പുട്ട്, കപ്പ, കപ്പ ബിരിയാണി, ഏറ്റവും ഫേമസ് കപ്പ ബിരിയാണി ഭയങ്കര നല്ലതാണ് ഇവിടെ. അത് ബീഫാണോ ചിക്കനാണോ? ആണല്ലേ. ഓക്കെ. പിന്നെ വേറെ അപ്പം ഉണ്ട് അല്ലേ? ചൂടായിട്ട് ലൈവപ്പം. അപ്പത്തിൻ്റെ കൂടെ പിന്നെ ഫിഷിൻ്റെ എന്തൊക്കെ സാധനങ്ങളുണ്ട്? കായൽ മീനാണ്. ഏത് മീനാണുള്ളത് കറിയായിട്ട്? ചൂര മീൻ കറിയും കപ്പയും ഉണ്ട് അല്ലേ? പിന്നെ കപ്പ ബിരിയാണി, പിന്നെ സെപ്പറേറ്റ്. അപ്പത്തിൻ്റെ കൂടെ എന്താ കോമ്പിനേഷൻ? ഇല്ല. എന്ത് വാങ്ങിക്കാനാണ് നല്ലത് അപ്പത്തിന്? ബീഫ് കഴിക്കില്ല. ചിക്കൻ തോരനുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ 2-3 സാധനങ്ങൾ പറയാം. ഒരു കപ്പ ബിരിയാണി പറയാം, ചിക്കൻ വെച്ചിട്ടുള്ളത്. പിന്നെ അപ്പം ആകാം. പിന്നെന്താ, ചിക്കൻ തോരൻ, പിന്നെ ചിക്കൻ കുറച്ചൊന്ന് നോക്കാനായിട്ട്. ഓക്കെ. പിന്നെ ബീഫ് കഴിക്കില്ല. ഇല്ല. പോത്ത് ഇതെല്ലാം ഉണ്ടല്ലേ? പോത്ത് റോസ്റ്റും ബീഫും ഒക്കെ ഉണ്ട്. ഓക്കെ. ചിക്കനോ ഫിഷോ മതി, അങ്ങനത്തെ സാധനങ്ങൾ. കൊഞ്ചാ? കൊഞ്ചിൻ്റെ ഒരു ഫ്രൈ. ഏതാണ് നല്ലത് നോക്കിയിട്ട്. ചായയും അതിൻ്റെ കടികളൊക്കെ ഉണ്ടാവും. സാധാരണഗതിയിൽ 3 മണി തൊട്ട് 12 മണി വരെ ചായയും കടികൾ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ 3 o'clock സ്റ്റാർട്ട് ചെയ്യും. രാത്രി 12 മണി വരെ ചായയും അതിൻ്റെ ചെറുകടികളും കിട്ടും. പിന്നെ ഇത് തുടങ്ങുന്ന ഒരു 6 മണിക്ക് ശേഷം ആയിരിക്കും. 5-5:30 ആകുമ്പോൾ ബാക്കി മെയിൻ ഫുഡും എല്ലാ ടൈപ്പ് ഫിഷ്, ചിക്കൻ, ബീഫ്, പോത്ത് എല്ലാം കിട്ടും ഫ്രഷ് ആയിട്ട്. ഇവിടെ മസാല പുരട്ടി കുറച്ച് ചില്ലറിൽ വെച്ചിട്ടുണ്ട് അല്ലേ? ഫിഷൊക്കെ ആവശ്യമുള്ളവർക്ക് പറയാനായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കും. വെയിറ്റ് പറഞ്ഞിട്ട് ചെയ്യും. ഓക്കെ, ശരി. അപ്പോൾ ഇത് ചെയ്യാം. ഓക്കെ. അപ്പോൾ രാത്രി ഫുഡ് സ്പോട്ട്സ് തപ്പി പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, രാത്രി കാഴ്ചകളാണ് കാണാൻ പോണത്. അപ്പോൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് വഴയല പേരൂക്കട ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഹോട്ടൽ ബ്ലൂ കാസിൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ഒരു ബാർ ഹോട്ടലാണ്. അതിൻ്റെ അടുത്ത് ആ സൈഡിൽ പെട്രോൾ ബങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതൊരു തട്ടുകടയാണ്, ഒരു ഷാക്കാണ്. ഇവിടെ ഈ ഏരിയയിൽ കംപ്ലീറ്റ് കുറേ തട്ടുകടാസുണ്ട്. ഇത് നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരെണ്ണമാണ്. ഇതിൻ്റെ പേര് അമ്പൂരി തട്ടുകട. ഈ അമ്പൂരി എന്നുള്ള പേര് കേൾക്കുമ്പോഴേ എനിക്കൊരു സന്തോഷമാണ്. അമ്പൂരിയിലൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണല്ലോ. ഇത് അമ്പൂരി തട്ടുകട. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ്. ഇവിടെ വൈകുന്നേരം 3 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ചായ സ്നാക്സോടുകൂടി. രാത്രി 12 മണി വരെ ഇത് വർക്കിംഗ് ആണ്. ഇപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും പിന്നെന്താ പറയുക, പലതരം ചിക്കൻ, ബീഫ്, അങ്ങനത്തെ കാര്യങ്ങൾ, പോത്തിറച്ചി, കപ്പ, അങ്ങനത്തെ എല്ലാം കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആൾക്കാർ പാഴ്സലായിട്ട് വാങ്ങുന്നു, ഇരുന്ന് കഴിക്കുന്നു. അപ്പോൾ ചൂടോട് കൂടി കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണല്ലോ എല്ലാ കാര്യങ്ങളും ഫ്രഷ് ആയിട്ട്. ഇത് ചിക്കൻ പെരട്ട്. ഓക്കെ. ഇത് കപ്പ ബിരിയാണി. യെസ്, കപ്പ ബിരിയാണി, ചിക്കൻ പെരട്ട് എത്തിക്കഴിഞ്ഞു. ഞാനിപ്പോൾ കുറേ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവരുടെ കപ്പ ബിരിയാണി. ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണല്ലോ. ഇത് ഇവരുടെ ഒരു സ്റ്റൈലാണ്. ഇത് ഇവിടുത്തെ ചിക്കൻ പെരട്ട്. ഓക്കെ. 1 by 1 ഫിഷ്. ഓക്കെ, ഫിഷ് ആയിക്കോട്ടെ. ഇനി മറ്റേ കാര്യം വേറെ എന്താ വേണ്ട? അപ്പം അല്ലേ? ഇത് ചൂടപ്പം. ഓക്കെ. ഇതാണ് ഇവരുടെ ചൂട് അപ്പം. ചിക്കൻ ഫ്രൈ, ചിക്കൻ പെരട്ട്, കുറേ മേടിച്ച് കൂട്ടാൻ പോകുന്നുണ്ട്. പിന്നെ ഫിഷിൻ്റെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മൾ എവിടെ ചെന്നാലും പൈസ പേ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യണം. എനിക്ക് കുറേ കാര്യങ്ങൾ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനൊരു എക്സ്ട്രാ പ്ലേറ്റ് വിത്ത് ഇല വച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ വെച്ചിട്ട് കഴിക്കാം. ഇല വെക്കുന്നതുകൊണ്ട് വൃത്തിയാണ് കേട്ടോ. കാര്യം പ്ലേറ്റിൻ്റെ മേളിലാണ്. ഇത് ഡിസ്പോസിബിൾ ആണല്ലോ. ഇല കഴുകി ഇല. ഈ തട്ട്, ദോശ, ചമ്മന്തി, അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. സാധാരണ രസവട പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ സിമ്പിളായിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ, കുറച്ചുകൂടെ ഹെവി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് എല്ലാ നോൺ വെജും അവൈലബിൾ ആണ്. ഇത് ചിക്കൻ തോരൻ. ഓക്കെ. പൊറോട്ട ഉണ്ടല്ലോ അല്ലേ? പൊറോട്ട ഒരു കിഴി പൊറോട്ടയും വേണം, ഒരു സാധാരണ 2 പൊറോട്ട. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ ചൂടൊക്കെ പോകുന്നതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഞാൻ എൻ്റെ പാത്രത്തിലേക്ക് നോക്കുന്നു. ചിക്കൻ പെരട്ട്.
ചിക്കൻ കറക്റ്റ് അരൽപ്പം. സോഫ്റ്റാണ്, അപ്പം ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. നൈസ്. അപ്പത്തിനങ്ങനെ പുളിയൊന്നുമില്ല കേട്ടോ. നല്ലതാണ്, നല്ല എരിവുണ്ട് അത്യാവശ്യം. ചൂട് അപ്പം കൊണ്ടുവരാമേ. ആ കൊഞ്ച് ഫ്രൈ. ഓക്കെ, ചൂടാണോ? ഓക്കെ, ചൂടപ്പം വരുന്നു. ആദ്യം കൊണ്ടൊന്നും ചൂടുണ്ട്, ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ തണുത്തതാ. കൊഞ്ച് ഫ്രൈ വന്നിട്ടുണ്ട്. ഐ ലൈക്ക് കൊഞ്ച് ഇഷ്ടമാണ്. കൊള്ളാം, നല്ല മസാല, നല്ല ഫ്രഷാണ്. കഴിക്കുമ്പോൾ അറിയാം. ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട്. ഈ തട്ടുകടയെക്കുറിച്ച് ഞാൻ കുറച്ച് കേട്ടായിരുന്നു, നല്ലതാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്യണമല്ലോ. ഇത് ചിക്കൻ തോരൻ. ഇതൊക്കെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് തോരൻ. നോർമൽ പൊറോട്ടാസ് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇത് കൂടാണ്ട് നല്ല ചൂട് കൊഞ്ച് ഫ്രൈയും. വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. റോഡ് സൈഡാണ് ഇത്. വീഡിയോയിൽ അത് വരും എന്തായാലും. കപ്പ ബിരിയാണിയുടെ ടേസ്റ്റ് അതിൻ്റെ. കപ്പ ബിരിയാണി കപ്പ ബിരിയാണി കൊള്ളാം കേട്ടോ, അടിപൊളി. സംതിങ് ഡിഫറെൻറ്റ്. അങ്ങനെ ഭയങ്കര സ്പൈസി അല്ല. അവർ ആദ്യം മുട്ട ഇങ്ങനെ ചെയ്തിട്ട് അതിനകത്ത് കപ്പ ഇട്ട് ഉടച്ച്. ഇതാണ് കിഴി. എല്ലാം കൂടി പാത്രം ഇവിടെ നിറഞ്ഞു. ഇതങ്ങനെ ഭയങ്കര എരിവിലല്ല ചെയ്യുന്നത് അല്ലേ? കപ്പ ബിരിയാണി മീഡിയം എരിവുള്ളൂ. ഇത് വാങ്ങിച്ചോണ്ട് പോണ ചിലപ്പോ മോക്കോ ഭാര്യയൊക്കെ ആയിരിക്കും. അവര് എരി കുറച്ചേ കഴിക്കും. ഓക്കെ. ഫസ്റ്റ് ഞാൻ നാടൻ ചിക്കൻ പെരട്ടൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അത് എല്ലാണെന്നും പറഞ്ഞിട്ട് വാങ്ങി. നാടൻ ചിക്കൻ അത് എല്ലാം കൂടുതലാണല്ലോ. മോള് കഴിക്കത്തില്ല, ഭാര്യ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവസാനം ഞാൻ എല്ലാം വെള്ളം പേടി നാടൻ മാറ്റി. ഇതാകുമ്പോ എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ ഓക്കെ, കൊള്ളാം, നന്നായിട്ടുണ്ട്. ചായ, കോഫി, ഹോർലിക്സ്, ബൂസ്റ്റ്, ചായ, കട്ട കാപ്പി, ചുക്ക് കാപ്പി, ഗ്രീൻ ടീ. ഒരു ചുക്ക് കാപ്പി വരും. എല്ലാം ഉണ്ട് കേട്ടോ. ചുക്ക് കാപ്പി, ചായ, കോഫി, ബൂസ്റ്റ്, എന്നിട്ട് ഹോർലിക്സ്, എവറിത്തിങ്. ചുക്ക് കാപ്പി, ഗ്രീൻ ടീ. നമ്മുടെ കിഴി പൊറോട്ട ഇത് ഭയങ്കര ഫേമസ് ഐറ്റമായിട്ടാണ് പറയുന്നത്. ചുക്ക് കാപ്പി, വാവ്. ചിക്കൻ കിഴി പൊറോട്ട ഇതേ നോക്കിക്കോളൂ. ഓ, മുട്ട രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. മൈ ഗോഡ്, നൈസ്. കിഴി പൊറോട്ട എന്തൊക്കെ കഴിക്കുന്നത് എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ടേസ്റ്റ് അറിയാനാണ്. കൊഞ്ചെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? കൊഞ്ച് വെള്ളാണിക്കായലിൽ പോയി എടുക്കും, ഇല്ലെങ്കിൽ പാളയം മാർക്കറ്റ്, ഇതല്ലെങ്കിൽ ഇവിടുന്ന് ഒരു മൂന്നാമത്തെ കടയുണ്ട്, ഫ്രഷ് മീൻ വിൽക്കുന്ന ഒരു കട. അപ്പോൾ കായൽ കൊഞ്ചാണോ? സിലോപ്പി എല്ലാം നമ്മുടെ വെള്ളാണി. രാവിലെ പോയി വാങ്ങിയ സമയത്ത് എല്ലാത്തിനും ജീവിതം. ഓ ഓ ഓ, അവിടെ ആൾക്കാർ പിടിച്ചു. അവിടെ ഒരു സൊസൈറ്റി ഉണ്ട്, എനിക്കറിയാം, ഞാൻ പോകാറുണ്ട് അവിടെ. സൊസൈറ്റിയിൽ നിന്ന് മേടിക്കും അല്ലേ? ഓക്കെ ഓക്കെ. ആ, കൊള്ളാം. ചുക്ക് കാപ്പി അടിപൊളി. കിഴി നോക്കട്ടെ. അത് ചിക്കൻ പ്രത്യേകം കറി വെച്ചിട്ടുണ്ട്. ആണല്ലേ? ചിക്കൻ വറുത്തതിലാണ് കറി വെച്ചിരിക്കുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് അവരിത് കറിയാക്കുന്നത്. ഇത് കിഴി പൊറോട്ടയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് സെപ്പറേറ്റ്. ഓ, അത് ശരി. വിത്ത് എഗ്ഗാണ് കേട്ടോ സ്റ്റൈൽ. ഓ, അത് ഫ്രൈഡ് ചിക്കനാണ്. അതിലാണ് കറിയിൽ ഫ്രൈ ചെയ്തിട്ടാണ് ഇടുന്നത്. ഞാൻ വന്ന ദിവസം പാചകം ചെയ്തിരിക്കുന്നത് ശരിക്കും കുക്കല്ല, ശരിക്കും കുക്കായിട്ടാണ് വായിക്കും. ഇപ്പൊ പയ്യനോട് കുറച്ചുകൂടെ പറഞ്ഞിട്ട് മനസ്സിലായി. ഇന്നിപ്പോ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം. ഓ, ഇന്നത്തെ മെയിൻ ഷെഫ് മുഹമ്മദാണ് പേര്. സാധാരണ കൂടുതൽ ചെയ്യണ വൈഫാണ് കൂടുതലും ചെയ്യുന്നത് അല്ലേ? ഓ, വരാം. ഇത് കൊള്ളാം. പക്ഷേ എനിക്ക് തോന്നിയത് തോരനിൽ മസാല കുറച്ച് കയറി നിൽക്കുന്നു. പെരിഞ്ചീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ഈ മസാലയുടെ, ഗരം മസാലയുടെ.
അതർവൈസ് ഇറ്റ്സ് ഗുഡ്. കൊള്ളാം, എല്ലാം കൊള്ളാം. നല്ല വ്യത്യാസമുണ്ട് ഈ കപ്പ ബിരിയാണിക്ക്. ഓവർ സ്പൈസി അല്ല. പിന്നെ ബൂസ്റ്റ് കൊടുക്കുമോ? ബൂസ്റ്റ്, ഹോർലിക്സ്, ചായ, കോഫി, കട്ടൻ ചായ, കട്ടൻ കാപ്പി, ചുക്ക് കാപ്പി, ഗ്രീൻ ടീ. ഒരു ഹോർലിക്സും കൂടെ. ഞാൻ എല്ലാം വാങ്ങിച്ചു കൂട്ടുകയാണേ. ഞാൻ പറഞ്ഞിട്ട് ഹോർലിക്സും കൂടെ തരുമെന്ന്. എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട, കഴിക്കാൻ ആളുണ്ട്. ഞാനൊന്നും കേടാക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അടിപൊളി, നൈസ്. ചിക്കൻ ഫ്രൈയിൽ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട്, ഉള്ളി ഫ്രൈ എല്ലാം ഉണ്ട് കേട്ടോ. നൈസ്. അടിപൊളി. ഈ ഉള്ളി വറുത്തത് ചേർത്ത് കഴിയും പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അതുപോലെ തന്നെ റോ ഒണിയനും കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തോന്നും. ഇറ്റ്സ് വെരി നൈസ്. കൊള്ളാം, അടിപൊളി. അപ്പോൾ എല്ലാം കഴിച്ച് തീർക്കട്ടെ. ഭയങ്കര തിരക്ക് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ അമ്പൂരി തട്ടുകടയിൽ നിന്ന് ഭക്ഷണം എല്ലാം ടേസ്റ്റ് ചെയ്തെല്ലാം സെറ്റായി. അപ്പോൾ ഇതിൻ്റെ ഓണർ പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഇവിടുത്തെ പ്രധാന ഷെഫ്, മെയിൻ ഷെഫ്. പുള്ളിക്കാരി ഉള്ള ദിവസമാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇന്ന് പുള്ളിക്കാരിയുടെ ഡേ അല്ല, ഇന്ന് ഇവിടുത്തെ ഒരു ഹിന്ദിക്കാരനാണ് ഉണ്ടാക്കിയത്. കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇതിനെക്കാട്ടിലും നന്നായിരിക്കും ബാക്കി ദിവസങ്ങളിൽ വൈഫ് ഉള്ളപ്പോഴെന്നാണ് പറഞ്ഞത്. നല്ല ഫുഡ് ഫ്രഷായിട്ട് കഴിക്കാൻ പറ്റും, എല്ലാ സീ ഫുഡും കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ പൈസ എല്ലാം കൊടുത്തിട്ട് പോകാം. ഓക്കേ, പോയിട്ട് വരാം. ഓക്കെ, ശരി ശരി ശരി. അപ്പം വരിക ഈ തട്ടുകടയിലേക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ്റെ അവിടെ എത്താറായി. ഏകദേശം ഒരു ജ്യൂസ് കൂടി കുടിച്ചിട്ട് ഇനി വീട്ടിൽ കയറാം. ദാറ്റ് ഇസ് SP ഫുഡ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു നിറച്ച് ലൈറ്റ് കാണുന്നൊരു കടയുണ്ട്. ഇതൊരു തട്ടുകടയിലെ 70-ൽ പരം വെറൈറ്റി കരിക്കൻ ഷേക്കെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അൺലിമിറ്റഡ് ഫ്രൂട്ട് സർബത്തുകളും സ്പെഷ്യൽ ഷേക്സും ഒക്കെ ഉള്ള കടയാണ്. ഇവിടെ സാധാരണ ഭയങ്കര തിരക്കാണ്. ഇത് ഈ സമയത്തായതുകൊണ്ട് വലിയ തിരക്കില്ല. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയി. ഞാനിത് എല്ലാ ദിവസവും ഈ കടയുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ആളാണ്. വീട്ടിലേക്ക് പോകുന്ന ടേണിങ്ങാണ് ഇവിടെ. നമ്മൾ ഇടയ്ക്ക് ഇവിടെ ഒന്ന് കുടിക്കാറുണ്ട്. സ്പെഷ്യൽ ഫ്രൂട്ട് സർബത്ത് ABC ജ്യൂസ് ഉണ്ട് വേണമെങ്കിൽ 70, കരുക്ക സ്പെഷ്യൽ ഷേക്കിന് 60. ഇപ്പോൾ ഇവിടെ ഏതാണ് സ്പെഷ്യൽ നോക്കി ഇവിടുത്തെ ലിസ്റ്റ്. 70-ൽ പരം ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇവർക്ക് ഏകദേശം ഒരു 10 ബ്രാഞ്ചസ് എങ്കിലും ഉണ്ടെന്ന് പറയാം ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ. സ്പെഷ്യൽ നട്ട്സ് മിൽക്ക് ജ്യൂസ്, ഓറഞ്ച് മിൽക്ക് ജ്യൂസ്, പൈനാപ്പിൾ മിൽക്ക് ജ്യൂസ്, ആപ്പിൾ മിൽക്ക്. ഇത് മിൽക്ക് ജ്യൂസുകളുടെ ഒരു ലിസ്റ്റാണ് ഈ കാണുന്നത്. 60, 70, 80 മാക്സിമം. പിന്നെ സ്പെഷ്യൽ സോഡ ലൈമിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ ഓറഞ്ച് സോഡ ലൈം, പൈനാപ്പിൾ സോഡ ലൈം, ആപ്പിൾ സോഡ ലൈം, അങ്ങനെ അത് 50, 60 രൂപ മാക്സിമം. പേരക്ക സോഡ ലൈം, സംതിങ് എല്ലാം ഉണ്ട്. ഇത് 2 സെറ്റ്. പിന്നെ കരിക്ക് ഷേക്കുകൾ, ക്യാരറ്റ് ജ്യൂസ്, ബീട്രൂട്ട് ജ്യൂസ്, ABC ജ്യൂസ്, സലാഡ് വെള്ളരി ജ്യൂസ്. ചുരുക്കം പറഞ്ഞാൽ ഇല്ലാത്ത ഒന്നുമില്ല. ഫ്രഷായിട്ട് കുറേ ഫ്രൂട്ട്സ് ഇങ്ങനെ. ഇവരുടെ കടകളുടെ എല്ലാം ഒരു ഐഡൻറ്റിറ്റി ഇങ്ങനെയാണ്, നിറച്ച് ഫ്രൂട്ട്സ് വെളിയിൽ ഡിസ്പ്ലേ. അതെ, ഇതാണ് ഇവരുടെ സ്പെഷ്യൽ ഫ്രൂട്ട് സർബത്ത്. ഇത് എത്ര രൂപ? 70 രൂപയുടെ ആണേ. കാണുമ്പോൾ തന്നെ നല്ല ലുക്ക്. ഇത് പഴമാണ് കേട്ടോ, ഇങ്ങനെ അടിച്ച് മേളിലിട്ടിരിക്കുന്നത്. എല്ലാ ഫ്രൂട്ട്സും സൈഡ് നോക്കും. കപ്പലണ്ടി ഉണ്ടാവും. ഇറ്റ്സ് വെരി വെരി യമ്മി. ഓൺലി 70 റുപ്പീസ്. പക്ഷെ ആൾക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്കൊന്നും. പേരക്ക ഉണ്ട്, ആപ്പിളുണ്ട്, ടൂട്ടി ഫ്രൂട്ടി. ഇത് കുറച്ച് നേരത്തെ വന്നതിന് ഇവിടെ ഭയങ്കര തിരക്കാം കേട്ടോ. ഓൾവേസ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വളവാണ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ തിരിഞ്ഞ് അടുത്ത ടേണിങ്ങിന് നമ്മുടെ പത്മാനഗർ എത്തും. ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് ഒരു 10 ബ്രാഞ്ചസെങ്കിലും ഉണ്ട് ഈ സിറ്റിയിൽ പല ഭാഗത്തൊക്കെ. അവരുടെ ഐഡൻറ്റിറ്റിയാണ്. ഇങ്ങനെ കുറേ ലൈറ്റ്സ് ഉണ്ടാവും, പിന്നെ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ടാവും. അതെ, ഒരാളുണ്ട് ഇവിടെ. ആ ശരി, ഓക്കെ. അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ, ശ്രീകണ്ഠേശ്വരം സൈഡ്. ഇപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടല്ലോ ഇവർക്ക് അല്ലേ? ഇപ്പോൾ ഒരുപാടുണ്ട്. വഞ്ചൂരുണ്ട് ഒരെണ്ണം. നൈസ്. ആണോ ഇതിൻ്റെ ഓണറോ? ശരി. ഇവിടെ നിൽക്കുന്നതൊക്കെ ഹിന്ദിക്കാരാണ്, പണിക്കാരാണ് അല്ലേ? പക്ഷെ ഇത് ഭയങ്കര സക്സസ് ആയി. കാര്യം ശ്രീവരാഹം ഭാഗത്ത് അത് ഭയങ്കര തിരക്കാണ് അവിടെ. ഞാൻ ആ റോഡിലേക്ക് തിരിയുമ്പോൾ കാണും. ഈ ലൈറ്റ്സ് ആണ് അവരുടെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി. പ്ലസ് ഇങ്ങനെ ഫ്രൂട്ട്സ് ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കും ഫ്രഷായിട്ട്. വെരി നൈസ്. നല്ലൊരു കോൺസെപ്റ്റാണ്. വില കുറച്ച് കൊടുക്കുന്നു, നല്ല സാധനം. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതുവഴി പോകാറുണ്ട്. ഇവിടെ നിന്ന് കുടിക്കാറുമുണ്ട്, പാർസൽ എടുക്കാറുണ്ട്. ഷൂട്ട് ചെയ്തില്ല, അപ്പോൾ ഞാൻ വെച്ചാൽ പോകുന്ന വഴിക്ക് അതുകൊണ്ട് എടുത്തേച്ച് പോവാം.
നല്ല രസമുണ്ട് ഇത്. ഇതെന്ത് ജ്യൂസായിരുന്നു? മാതളം മിൽക്ക് ജ്യൂസ് 70 രൂപ. 70 രൂപ എന്ന് പറഞ്ഞാൽ ഈ കപ്പിൻ്റെ സൈസ് ഉണ്ടോ? ഒരാൾക്ക് കുടിച്ച് തരാൻ പറ്റില്ല. 70 രൂപയുള്ളൂ. മിക്സ്ഡ് ഫ്രൂട്ട് സർവ്വത് വയറ് പൊട്ടാറേ. നോക്കേ, ഹെൽത്തി വേർഷൻസ്. ക്യാരറ്റ് ജ്യൂസ് ഉണ്ട്, ബീട്രൂട്ട് ജ്യൂസ് ഉണ്ട്, സലാഡ് വെള്ളരി, നെല്ലിക്ക ജ്യൂസ്, ABC ജ്യൂസ്, അങ്ങനെയും ഉണ്ട് കേട്ടോ. അപ്പോൾ 70 രൂപയുടെ സർബത്താണ് ഞാൻ കുടിച്ചത്. ഓ മൈ ഗോഡ്, ഫുൾ. ഇവിടെ വന്ന വെറൈറ്റീസ് ആൻഡ് വെറൈറ്റീസ് കഴിക്കാം. ഈ ഒരു കട മാത്രമല്ല, ഇവരുടെ എല്ലാം ചെയിനാണ്. എവിടെയാണെങ്കിലും നല്ല ഈ സെയിം സാധനമാണ് എല്ലാ കടയിലും ഉള്ളത് അല്ലേ? കുറച്ചുകൂടെ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ ചില കടകളിൽ. അല്ലെങ്കിൽ കുറച്ചുകൂടെ വലുതും ഉണ്ട് കട, കുറച്ചുകൂടെ കരിക്കാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അല്ല, അവിടെ വേറെ ഫുഡ് കോമ്പോസും ഉണ്ട്. പൊറോട്ട വിത്ത് ദിസ് തിങ് ദാറ്റ്. ഇവിടെ ശ്രീകണ്ഠേശ് എവിടെയാണ്? അവിടെ എല്ലാം കരിക്കിൻ്റെ അല്ലേ? വെറൈറ്റി ഓഫ് കരിക്ക് ഷേക്കുകൾ സ്പെഷ്യലൈസ്. ഓ അത് ശരി, ഓക്കെ. ആണോ? കരിക്ക് വെള്ളമോ? അയ്യോ, അത് ശരി. അപ്പോൾ ഒരു കരിക്ക് വാങ്ങിക്കുന്നതിനെക്കാട്ടി ലാഭമാണ് അത് കഴിക്കുന്നത്. കാര്യം ഒരു കരിക്കിന് തന്നെ ഇപ്പം 50-60 രൂപയല്ലേ? ഓ അത് ശരി. കരിക്ക് ജ്യൂസായിട്ട്, കരിക്കിൻ്റെ വെള്ളം മാത്രമായിട്ടും കൊടുക്കുന്നുണ്ട് വേറെ, ഇവരുടെ തന്നെ വേറെ ഔട്ട്ലെറ്റിൽ. കൊള്ളാം, നൈസ്. ഫുള്ള് എല്ലാ കടയുടെയും ആംബിയൻസ് സെയിം ആണ്, ലേ ഔട്ട് സെയിം ആണ്, എവറിത്തിങ് ഒരു ഐഡൻറ്റിറ്റി ആണല്ല. യുണീക്ക് വെറൈറ്റി. 70-ൽ പരം വെറൈറ്റി ജ്യൂസസ്. ഓക്കെ, പൈസ കൊടുത്തിട്ട്. ഇപ്പോൾ രാത്രിയായിട്ട് പോലും ആൾക്കാർ പിന്നെയും കുറച്ച് ഒറ്റപ്പെട്ട് വരുന്നുണ്ട്. അയ്യോ, കുറച്ച് ഒരു 6 മണി 7 മണി സമയത്തൊക്കെ വന്നാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഭയങ്കരമാണ്. എൻ്റെ രാത്രി പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്, ഭക്ഷണമെല്ലാം കഴിച്ചിട്ട്. ഓ രസമുണ്ടായിരുന്നു. ഓക്കെ, ഒരു നാടൻ തട്ടുകടയും പിന്നെ നമുക്ക് കുറച്ച് വെറൈറ്റി ജ്യൂസിൻ്റെ അവിടെ പോയി ഒരു സർബത്തും കുടിച്ചു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് കയറുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് കഴിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. അതുവരെ